എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഇടുക്കിയിൽ കുഴുത്തോളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 23 ഇവിടെ വന്ന് 2023 സെപ്റ്റംബർ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അവന് എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു സെക്യൂരിറ്റി സർവീസ് നടത്തുമായിരുന്നു. അതുകൊണ്ട് വലിയ മെച്ചമില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിന് അവനിങ്ങനെ വെളിയിലോട്ട് പോകാനുള്ള ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ തുടങ്ങി. അവിടുന്ന് അവന് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അവർ അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഓഫർ അവിടുന്ന് അവർ 150 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. 450 പേര് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 2 പേരെ അവർ വിളിച്ചിട്ടുള്ളായിരുന്നു. ഒന്ന് മോനും വേറൊരു കൊച്ചുമായിരുന്നു. ആ കൊച്ചിന് ഇവർ 2 പേരും ഒന്നിച്ച് ആപ്ലിക്കേഷനും എല്ലാം അയച്ചുകൊണ്ടിരുന്നത്. ആ കൊച്ചിന് പിടിയുന്ന COS ഒക്കെ കിട്ടി. ഇവന് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് COS കിട്ടാൻ ഭയങ്കരമായിട്ട് താമസിച്ചു. അപ്പം ആ കൊച്ചിന് വന്നപ്പോൾ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വന്നില്ലല്ലോ എന്നോർത്ത് ഉടനെ ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുഞ്ഞിലെ തൊട്ടേ മാതാവിൽ ഭയങ്കര വിശ്വാസിയാണ്. എങ്കിലും എനിക്ക് കൃപാസനത്തിൽ വരണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളായിരുന്നു. ഞാനിങ്ങനെ ഒത്തിരി പേരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കൃപാസനത്തിൽ പോകുന്നുണ്ടോ, ഞാനും കൂടെ പോരാമെന്ന്. പക്ഷേ എല്ലാവരും തടസ്സമൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആങ്ങളുടെ മകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ പോകുന്നുണ്ട് കൃപാസനത്തിൽ, ആൻറ്റി വരുന്നോന്ന് ചോദിച്ചു. ഞാനും വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് 2023 സെപ്റ്റംബർ 23 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മോൻ്റെ കാര്യം ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചത്. അവനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിൻ്റെ 9ാമത്തെ ദിവസം അവന് COS കിട്ടി. പിന്നെ അവിടുന്ന് പിന്നെ അന്നേരം പിറ്റേ ദിവസം തന്നെ പോയി ഇവന് പിന്നെ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് വെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന് മെയിൽ വന്നു, നിങ്ങളുടെ പേപ്പറെല്ലാം ഡിലേ ചെയ്യാൻ കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാം, നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവന് 5 ദിവസം കഴിഞ്ഞപ്പം വിസയും കിട്ടി, ടിക്കറ്റും കിട്ടി. 15-ാം തീയതി അവന് UK പോവുകയാണ്. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 25 വർഷമായിരുന്നു ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം കിട്ടിയിട്ട് അവിടെ അന്ന് പോക്കുവരെ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് പറ്റിയില്ല. അത് ഞങ്ങൾ വേറൊരു പട്ടയത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് ലോൺ വെച്ചായിരുന്നു. ഒരു 23 വർഷമായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 3 വർഷം മുന്നേ ലോൺ അടച്ച് പട്ടയം തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പോക്കുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജിൽ ചെന്നപ്പം അവർ പറഞ്ഞു, ഇത് ഇത്രയും വർഷമായില്ലേ, ഇത് നിങ്ങൾക്ക് ഉടനെ ഒന്നും പോക്കുവരെ ചെയ്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഞങ്ങൾ കയറി ഇറങ്ങി. 3 വർഷത്തോളം വില്ലേജിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി. അവസാനം ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞു, നിങ്ങളെന്നാൽ ഒരു കാര്യം ചെയ്യുക, പുതിയ പട്ടയത്തിന് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയ പട്ടയത്തിന് അപേക്ഷ വെച്ചു. ഒരു 3 വർഷത്തോളം അതിൻ്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ 11ാമത്തെ ദിവസം നിങ്ങളുടെ പട്ടയം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപമൊക്കെ പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ പട്ടയത്തിന് പോയി. ഞങ്ങൾക്ക് അന്ന് തന്നെ പട്ടയം കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പോയി ഞങ്ങളത് പോക്കുവരെ ചെയ്ത് നമ്മുടെ പേരിലോട്ടാക്കുകയും ചെയ്തു. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. അതെനിക്ക് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ്, ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞ ആളാണ്. എനിക്ക് 10 മിനിറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം അതുപോലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് റാലിയിൽ കൂടണമെന്നുള്ളത്. എന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ റാലിയിൽ ഫുള്ളായി കൂടാനും പറ്റി. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഉടനീളം മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാലവും മാതാവിന് വേണ്ടി ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിക്കാമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത്, ഞാൻ ഞായറാഴ്ചകളിൽ കുർബാനകളിലൊക്കെ പോവുകയും കുമ്പസാരിക്കുകയും ഉടമ്പടിയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും പത്രമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയും, മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാതാവ് സാധിക്കും. അങ്ങനെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹിച്ച ദൈവത്തിനും ഉണ്ണീശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ഉടമ്പടി കൂടിയ പിന്നെ ഒത്തിരി എളിമ എനിക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന രീതി എനിക്കുണ്ടായിരുന്നു. അത് മാറി. ഇപ്പം എനിക്ക് കുറ്റമെന്ന് പറയാൻ ഞാൻ ആരിലും ഒരു കുറ്റം കാണുന്നില്ല ഇപ്പം. അതുകൊണ്ട് എനിക്ക് ആരുടെയും ഒരു കുറ്റം പറയാൻ തോന്നുന്നില്ല.
ഒത്തിരി എളിമയും ഒത്തിരി വിശ്വാസവും. എന്തെങ്കിലും കാര്യം മറ്റുള്ളവർ പറഞ്ഞാലോ അത് അവസാനം ദൈവത്തിലോ അല്ലെ മാതാവിലെയോ ചെന്ന് അവസാനിക്കത്തുള്ളൂ. അല്ലാതെ എനിക്കൊരു കുറ്റം പറയാനും അങ്ങനെയുള്ള ഒരു ഇതുമില്ല. TV കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ രാത്രി 7 മണി ഞങ്ങൾ 6:30 ആകുമ്പോൾ കുരിശ് വരയ്ക്കും. കുരിശ് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീരിയലെല്ലാം കാണുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ സീരിയൽ കാണണമെന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല. എപ്പോഴും കിട്ടുന്ന സമയമെല്ലാം ബൈബിൾ വായിക്കും, കൊന്ത ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ എൻ്റെ വ്യക്തിജീവിതം പോകുന്നു. എല്ലാവരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 11-ാം തിരുവചനമാണ്. 1-ാം തിരുവചനമാണ്. ഇവിടെ ഈ മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ്പടി സെപ്റ്റംബർ 23-ന് എടുത്തു. ഒക്ടോബർ, അതായത് ഇന്ന് നവംബർ 1-ാം തീയതി. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ 1 മാസവും ഏതാനും ദിവസങ്ങളും തൻ്റെ മകൻ്റെ വിദേശത്തേക്കുള്ള പോക്ക് തടസ്സപ്പെട്ടപ്പോൾ, UK പോകുന്നതിനുള്ള തടസ്സം നേരിടുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞതിൻ്റെ 9-ാം ദിവസം ആ മകന് COS വരുന്നു എന്നാണ് നാം കേട്ടത്. അതിനുശേഷം പിന്നീട് വിസ വരവാൻ കുറച്ച് താമസമെടുത്തു. എന്നാൽ വീണ്ടും ഇവർ വളരെ കൃത്യമായിട്ട് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ 5-ാം ദിവസം തന്നെ വിസയും കയ്യിൽ കിട്ടുകയാണ്. അങ്ങനെ ആ മകനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി UK ഒരു ജോബ് ആ മകന് ലഭിക്കുകയാണ്. പിന്നീട് 25 വർഷം പഴക്കമുള്ള പട്ടയം, അത് പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് അന്ന് പട്ടയം കിട്ടിയിരുന്നെങ്കിലും ഇവർ കരം അടയ്ക്കുന്നതിനുള്ള പോക്കുവരവൊന്നും ഇവരുടെ പേരിൽ ഇവർ നടത്തിയിരുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അങ്ങനെ 25 വർഷം കഴിഞ്ഞു, തങ്ങളുടെ പേരിൽ പട്ടയമില്ല എന്നുള്ളതൊക്കെ പിന്നീടാണ് ഇവർക്ക് മനസ്സിലാകുമ്പോൾ അതിന് ശ്രമിക്കുന്നു. 3 വർഷമായിട്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഓരോന്നോരോന്നായി തടസ്സങ്ങൾ മാത്രം വരുമ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ 11-ാം ദിവസം പുതിയ പട്ടയം, പോക്കുവരവ് നടത്താനും പുതിയ പട്ടയം ഇവരുടെ കയ്യിൽ കിട്ടുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇടയായി. അതുപോലെ ബൈപ്പാസ് സർജറിയൊക്കെ കഴിഞ്ഞ ഈ മകൾക്ക് കൃപാസന അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം. 20 മിനിറ്റ് പോലും നടക്കാൻ പറ്റാതിരുന്ന വ്യക്തി എങ്ങനെയാണ് കൃപാസന അഖണ്ഡ ജപമാല റാലി പങ്കെടുത്ത് ഇന്ന് ഇവിടെ വളരെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെ വന്നു നിന്ന് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ന് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തന്നെയും തൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. വ്യക്തിപരമായിട്ടൊക്കെ തനിക്ക് ആരുടെയും കുറ്റം പറയാൻ ഇപ്പോൾ തോന്നുന്നില്ല. അതുപോലെ സീരിയൽ ഇതൊക്കെ ഒത്തിരിയേറെ കണ്ടുകൊണ്ടിരുന്നയാൾ ഇന്ന് അതിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അല്പം സമയം കിട്ടിയാൽ ബൈബിൾ വായിക്കാനും ജപമാല പ്രാർത്ഥിക്കാനുമൊക്കെ വ്യക്തിപരമായിട്ട് തനിക്ക് വന്ന ആ ഒരു പ്രാർത്ഥനയിൽ വന്ന ഒരു സന്തോഷവും ഈശോയോട് തോന്നുന്ന ഒരു അടുപ്പവും അതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചതാണെന്നാണ് നാം കേൾക്കുക. നാം കേട്ട തിരുവചനം പോലെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നാം ഓരോരുത്തരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മെയും കാത്തിരിക്കുന്ന ഒരു തമ്പുരാനാണുള്ളത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴേ നമ്മുടെ എല്ലാ കാര്യങ്ങളും തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നൽകുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഈശോയുടെ കരങ്ങളിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കുവാനുള്ള ഒരു കൃപ നമുക്ക് വേണം. അതിന് നാം വിശ്വസ്തരും സത്യസന്ധരുമാകണം. ഏതെങ്കിലും രീതിയിൽ ഉടമ്പടിയിൽ അല്പം പാളിച്ചകളുണ്ടോ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തി കൂടുതൽ ഈശോയോട് അടുത്തുകൊണ്ട് കൃപകൾ നേടുന്നവരാകാം. കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ